എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് 31 തീയതി മുതൽ സെപ്റ്റംബർ 6 തീയതി വരെ നടക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് എന്നിങ്ങനെയുള്ള 3 അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6 തീയതി വരെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് കിട്ടിയത് ആ ഒരു കോളേജിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 5 ഓപ്ഷൻസ്, അഞ്ചാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിനുള്ളിൽ ഏത് കോളേജിലാണോ ഏറ്റവും അവസാനമായിട്ട് കിട്ടിയത് ആ ഒരു കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് കരുതുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഹയർ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു മുകളിൽ ഹയർ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ 5ാമത്തെ ഓപ്ഷനിലായിരിക്കും, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ 1ാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മുകളിൽ മറ്റു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷനിലേക്കായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്ത് കൺഫേം ചെയ്ത ഈ ഒരു 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ ഈ ഒരു ഹയർ ഓപ്ഷൻസ് ഒക്കെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് മാറ്റം ലഭിച്ചുവെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടേക്കായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടാവുക. ഫസ്റ്റ് കിട്ടിയ സീറ്റ് പോകുന്നതായിരിക്കും. ഇനി അതേസമയം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ഹയർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് മാറ്റം കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് കിട്ടിയത് ഡിലീറ്റ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടിയതും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏത് ഓപ്ഷനിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു അലോട്ട്മെൻറ്റ് ഫസ്റ്റ് കിട്ടിയിട്ട് ആ ഒരു കോളേജിലായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. അതായത് നിങ്ങളുടെ ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് സീറ്റ് കൺഫേം ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് കോളേജിലാണ് കിട്ടിയത് ആ ഒരു കോളേജിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അതുപോലെ തന്നെ എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കോളേജിൽ കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അഡ്മിഷൻ ടൈമിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരേണ്ടതുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി എന്തൊക്കെയാണ് അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് നോക്കാം. ഒന്നാമത്തേത് വിദ്യാർത്ഥികളുടെ പ്രിൻ്റ് ഔട്ടാണ്. അതായത് അപേക്ഷയുടെ നിങ്ങൾ ഓൺലൈനായിട്ട് നഴ്സിംഗിന് അപ്ലൈ ചെയ്ത സമയത്ത് ലഭിച്ച ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ഒന്ന് നിങ്ങളുടെ കയ്യിലും സൂക്ഷിച്ച് വെക്കുക, ഒന്ന് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കുക. കാരണം ഒരു കോപ്പി നിങ്ങൾക്ക് വല്ല ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കണമെന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. ഈ ഒരു ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നിന്നും ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ളൊരു ലിങ്ക് വന്നിട്ടുണ്ടാകും. ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിലും സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഇനി അടുത്തത് നിങ്ങൾ ഓൺലൈനായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റിസീപ്റ്റ് ആണ്. ബാങ്ക് വഴിയാണ് അടച്ചതെങ്കിൽ നിങ്ങൾക്ക് ചലാൻ്റെ ഒരു ബാക്കി ഭാഗം ബാങ്കിൽ നിന്ന് തിരിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ചലാൻ്റെ ആ ഒരു ബാക്കി ഭാഗവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈനായിട്ടാണ് അടച്ചതെങ്കിൽ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്ത പേജിൽ ഈ ഒരു റിസീപ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിലും ഒന്ന് ഈ ഒരു അഡ്മിഷനായിട്ടും നിങ്ങൾ നൽകേണ്ടതാണ്. ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ ഭാവി ആവശ്യങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കുക. അടുത്തത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അത് SSLC സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തത് TC ആണ്. അടുത്തത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. സ്വഭാവ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് 6 മാസ കാലാവധിയാണ് പറഞ്ഞിട്ടുള്ളത്. 6 മാസ കാലാവധി കഴിഞ്ഞതാണ് എങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അത് 6 മാസ കാലാവധി കഴിഞ്ഞതാണെങ്കിലാണ് പുതിയ ആ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് വായിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ +2വിൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റാണ്. ഇക്വലൻ്റ് ആയിട്ടുള്ള തുല്യത യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ഡോക്യുമെൻറ്റ് കൊണ്ടുപോവുക. അതുപോലെ തന്നെ +2വിൻ്റെ മാർക്ക് ലിസ്റ്റാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ CBSE ആണെങ്കിൽ ആ ഒരു CBSE +2വിൻ്റേതാണ് വേണ്ടത്. അടുത്തതായിട്ട് വേണ്ടത് ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം എനി യൂണിവേഴ്സിറ്റി ഇൻ കേരള, അതായത് കേരളത്തിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിക്കുന്ന ഇക്വലൻസി സർട്ടിഫിക്കറ്റ്. ഈ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആർക്കൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, അതുപോലെ തന്നെ ഈ ഒരു CBSE, ICSE, ISC ആൻഡ് ഓർ ഡിഗ്രി ഫ്രം അതർ യൂണിവേഴ്സിറ്റി, അതായത് ഡിഗ്രി പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ എന്നിവർക്ക് ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതുപോലെ തന്നെ
ഇതല്ലാതെ മറ്റേതെങ്കിലും ബോർഡ്സിൽ നിന്നാണ്, അതായത് കേരളത്തിലെ അല്ലാതെ മറ്റേതെങ്കിലും ബോർഡ്സിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു പാസ്സായിട്ടുള്ളത്, അതായത് +2 എലിജിബിലിറ്റി നേടിയിട്ടുള്ളതെങ്കിലും, ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ മറ്റോ അതായത് കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിലാണ് പഠിച്ചതെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. അതായത് CBSEക്ക് വേണ്ട ICSE, ISC, അതുപോലെ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി പഠിച്ചവർ, അതുപോലെ തന്നെ കേരളത്തിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിവ വഴി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ അത് നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അത് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു യോഗ്യത അനുസരിച്ച് നിങ്ങൾക്കൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അതിന് ഏകദേശം ഒരു 100 രൂപയോളമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ ആണ്. അതായത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2 പഠിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടാകും. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് SSLC, TC, അത് SSLC അല്ല +2 സർട്ടിഫിക്കറ്റും TCയും ഒക്കെ തരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചെറിയൊരു കാർഡ് പോലെ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ടാകും. അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു അതിനോടൊപ്പമുള്ള ഒന്നാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിൽ പഠിച്ചവർക്ക് മാത്രമേ, അതായത് കേരളത്തിന് പുറത്ത് പഠിച്ചവർക്ക് മാത്രമേ ആ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ. കേരളത്തിനകത്ത് പഠിച്ചവർക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതായത് നിങ്ങളിപ്പോൾ കേരളത്തിന് പുറത്ത് ഇപ്പോൾ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ BSc നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതേപോലെ കേരളത്തിന് പുറത്തുള്ളവർ ഈ ഒരു കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. കേരളത്തിൽ പഠിച്ചവർക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും MBBS ഡോക്ടറുടെ അടുത്ത് നിന്ന് തരുന്നതാണ്. അത് നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും, അതായത് അലോപ്പതി ഡോക്ടറുടെ അടുത്ത് പോയിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു, അതായത് MBBS ഡോക്ടറുടെ അടുത്ത് പോയിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ, അതായത് കാഴ്ചശക്തി എന്നിവയാണ് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തതായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾക്ക് ഈ ഒരു സ്രവവുമായി ബന്ധപ്പെട്ടുള്ള മേഖല ആയതുകൊണ്ട്, അതായത് രക്തം പോലുള്ള ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ആ ഒരു രക്തത്തിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന രോഗാണുക്കൾ കാരണം ഹെപ്പറ്റൈറ്റിസ് ബി എന്നൊരു, അതായത് അതിനെതിരെ എടുക്കുന്ന ഒരു വാക്സിനേഷനാണ്. അപ്പോൾ ആ ഒരു വാക്സിനേഷൻ വിദ്യാർത്ഥികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. കാരണം ഏകദേശം 3 ഡോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡോസിന് ശേഷം ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു വാക്സിനേഷൻ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ എടുത്ത ശേഷം നിങ്ങൾ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വാക്സിനേഷൻ എടുത്താൽ മതിയാകും. അപ്പോൾ ആ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു സ്രവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് വാക്സിനേഷൻ എടുക്കുന്നത്. അടുത്തതായിട്ടുള്ളത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങളുടെ രക്തമൊക്കെ പരിശോധിച്ചിട്ടാണ് ആ ഒരു വാക്സിനേഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അതുപോലെ തന്നെ അടുത്തത് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. അടുത്തത് അണ്ടർടേക്കിംഗ് ആസ് പെർ ക്ലോസ് 14.2 വൈഡ് അനക്സർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ആൻറ്റി റാഗിങ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ഫോം നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങളുടെ രക്ഷിതാവും അതായത് നിങ്ങളുടെ പാരൻസും, അതായത് മാതാപിതാക്കൾ അതിൽ സിഗ്നേച്ചർ ഇടണം. അതുപോലെ തന്നെ 2 സാക്ഷികളും വേണം. അതായത് നിങ്ങൾ കോളേജിൽ പോയിട്ട് മറ്റുള്ളവരെ റാഗിങ് ചെയ്യില്ല എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആൻറ്റി റാഗിങ് സർട്ടിഫിക്കറ്റ് ആണത്. അപ്പോൾ അത് നിങ്ങൾ കോളേജിൽ നിന്ന് ഫില്ല് ചെയ്താൽ മതി. അത് ജസ്റ്റ് നിങ്ങൾ കോളേജിൽ നിന്ന് അന്വേഷിച്ചാൽ ആ ഒരു ഡോക്യുമെൻ്റ് ആവശ്യമുണ്ടോ എന്നുള്ളത് പറഞ്ഞു തരും. അതുപോലെ തന്നെ എനി അതർ ഡോക്യുമെൻറ്റ് ഹീസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ബൈ ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നിങ്ങളോട് മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അഡ്മിഷൻ ടൈമിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് കൂടി വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജസ്റ്റ് വിളിച്ച് ചോദിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണം. SC ST OEC, അതായത് SC ST OEC വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC BC വിഭാഗത്തിലുള്ളവർ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ ജനറൽ കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ എന്നിവ അഡ്മിഷൻ ടൈമിൽ വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് വേണ്ടത്. ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ എന്നിവയാണ് ഇതിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഡോക്ടറുടെ പേര്, സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ എന്നിവയൊക്കെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ ഡോക്ടറുടെ പേര്, നിങ്ങളുടെ പേര് എന്നിവയൊക്കെയാണ് ഇതിൽ രേഖപ്പെടുത്തുക. അതായത് നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, അതുപോലെ കാഴ്ചശക്തി എന്നിവ നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് എലിജിബിൾ ആണ് എന്നാണ് ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ആൻറ്റി റാഗിങ് സർട്ടിഫിക്കറ്റ് നോക്കാം. അപ്പോൾ ഇതാണ് ആൻറ്റി റാഗിങ് സർട്ടിഫിക്കറ്റ്, അതായത് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട് അണ്ടർടേക്കിംഗ് ഫ്രം ദ സ്റ്റുഡൻസ് ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ആൻറ്റി റാഗിങ് വേർഡിക്റ്റ് ബൈ ദ ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ നിങ്ങളുടെ പേര്, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, കോഴ്സ്, സ്റ്റുഡൻറ്റ് ഓഫ്
അതായത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുള്ളത്, അതുപോലെ തന്നെ ഏത് ദിവസമാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ ഓഫീസ് ഓർഡർ നമ്പർ, അതുപോലുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ നിങ്ങളുടെ മദർ ഫാദർ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ ഒപ്പ്, അതുപോലെ തന്നെ വിറ്റ്നസിൻ്റെ ഒപ്പ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് മദർ ഓർ ഫാദർ ഓർ ഗാർഡിയൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സിഗ്നേച്ചർ നൽകാണ്ട്, അതുപോലെ തന്നെ വിറ്റ്നസ് ടൂവിൻ്റെ ഒപ്പ്. അപ്പോൾ ഈ രീതിയിൽ ഇതിൽ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട്. സിഗ്നേച്ചർ കൊടുക്കേണ്ട ആ ഒരു ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണോ എന്നുള്ളത് കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഫീസൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് PTA ഫണ്ടോ അതുപോലെ തന്നെ യൂണിഫോം, ബുക്ക് ഇതുപോലുള്ള എക്സ്ട്രാ ചിലവുകൾ മാത്രമാണ് വരിക. അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ അഡ്മിഷൻ ടൈമിൽ എന്തെങ്കിലും ഫീസ് എക്സ്ട്രാ അടക്കേണ്ടതുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ SC/ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ വിളിച്ച് ചോദിക്കേണ്ടതാണ്. നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമാണ് വേണ്ടത്. അതുപോലെ തന്നെ 10,000-ഓളം രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിൽ അടക്കേണ്ടതായിട്ട് വന്നേക്കാം. അത് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലോ അല്ലെങ്കിൽ ഈ ഒരു സാധാരണ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഏകദേശം 85,000-ഓളം രൂപ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് അനുസരിച്ച് ഈ ഒരു ഫീസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നഴ്സിംഗിൻ്റെതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ MLT മറ്റ് BPT ഇതുപോലുള്ള കോഴ്സൊക്കെ ആണ് കിട്ടിയതെങ്കിൽ ഈ ഒരു ഫീസിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലാണ് ഫീസ് വരിക. അതിനോടൊപ്പം PTA ഫണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഈ ഒരു യൂണിഫോം, ബുക്ക് ഇതുപോലുള്ള എക്സ്ട്രാ വല്ല ഫീസും വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ വിളിച്ച് അഡ്മിഷൻ ടൈമിലായിട്ട്, അതായത് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇഷ്ടമില്ലാത്ത കോളേജോ കോഴ്സോ ആണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അഡ്മിഷൻ എടുക്കാതെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പങ്കെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. അതിനുശേഷം അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സെൽഫ് ഫിനാൻസിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ ഫീസ് മുഴുവനായിട്ട് തന്നെ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീസിൻ്റെ കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കും സെൽഫ് ഫിനാൻസിൽ കിട്ടുന്ന സമയത്ത് അഡ്മിഷൻ ടൈമിൽ ഏകദേശം 85,000-ഓളം രൂപയൊക്കെ അടക്കാനായിട്ട് പറയുന്ന സമയത്ത് മൊത്തമായിട്ട് അടക്കാനായിട്ട് പറ്റാത്ത വിദ്യാർത്ഥികൾ ഉണ്ട്. അപ്പോൾ മുൻവർഷം അതേ രീതിയിൽ അടക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതായത് എത്ര രൂപ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയ ശേഷം പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അഡ്മിഷൻ നേടിയ ശേഷം പങ്കെടുക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ ചിലപ്പോൾ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ കോളേജിൽ നിന്നും അടുത്ത സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ്, അത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഫീസ് എന്നിവ കോളേജ് തിരികെ തരുമെന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതായത് എതിർപ്പില്ല രേഖ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ നഴ്സിംഗിന് ഗവൺമെൻറ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം 1 വർഷം ഏതെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അതായത് ആ ഒരു രീതിയിൽ നിങ്ങൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ട് വരും. അതിനായിട്ട് നിങ്ങളൊരു ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബോണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം, അതായത് ഇതിൽ തന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ബോണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്കായിട്ട് ഒരു ബോണ്ടിൻ്റെ ആ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ഇതുപോലൊരു സാധനം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഇത് നിങ്ങളൊരു മുദ്രപത്രത്തിലാണ് ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരിക. അതായത് 200 രൂപ വരുന്ന കേരളത്തിലെ മുദ്രപത്രം വാങ്ങിക്കുക. അതിനുശേഷം ഇത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു കാര്യമാണ് ആ ഒരു മുദ്രപത്രത്തിൽ നൽകുന്നത്. ഇത് ബോണ്ടാണ്. അപ്പോൾ ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് ഗവൺമെൻറ് എവിടെയാണോ നിങ്ങളോട് ആ ഒരു നിങ്ങളുടെ സേവനം നൽകാനായിട്ട് ആവശ്യപ്പെടുന്നത്, അപ്പോൾ അവിടെ നിങ്ങൾ ആ ഒരു സേവനം നൽകണം. സേവനം എന്ന് പറഞ്ഞാൽ നഴ്സിംഗിൻ്റെ ആ ഒരു ഡ്യൂട്ടീസ് ആണ്. അതായത് നിങ്ങൾ നേഴ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യില്ല. അതായത് 1 വർഷം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യും, അതായത് ജോലി ചെയ്യും. ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് സാലറി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോലി ചെയ്യും. ജോലി ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു 1 ലക്ഷം രൂപ ലിക്വിഡേറ്റ് ഡാമേജ്, അതായത് നഷ്ടപരിഹാരമായിട്ട് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
അപ്പോൾ ഇത് ഏകദേശം 3 പേജസ് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഇത് 3 പേജസ് ആയിട്ടാണുള്ളത്. അതായത് ടോട്ടൽ 3 പേജ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു 3 പേജസാണുള്ളത്. അപ്പോൾ ഈ ഒരു 3 പേജ് നിങ്ങൾക്ക്, അതായത് ഇത് മുഴുവനായിട്ടൊരു, അതായത് ഒരു മുദ്രപത്രത്തിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 100 രൂപയുടെ 2 സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ച് അതിൽ ഈ ഒരു 2 പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇത് ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾ ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ബോണ്ട് കൂടി കൊണ്ടുവരാനായിട്ട് പറയും. അപ്പോൾ ഇതിൽ പറഞ്ഞത് പ്രകാരം നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അഥവാ കംപ്ലീറ്റ് ചെയ്യാതെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് നൽകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ 1 വർഷത്തെ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യും. അതിനായിട്ട് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ്, മന്ത്ലി സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ജോബ് ചെയ്യും എന്ന് നിങ്ങൾ നൽകുന്ന ഒരു സമ്മതപത്രമാണ്. അപ്പോൾ ഈ ഒരു ജോബ് കൊണ്ട് നിങ്ങൾക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് നഴ്സിങ്ങിന് അതായത് 1 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു MSc നഴ്സിംഗ് ഒക്കെ പഠിക്കണമെങ്കിൽ ഏകദേശം 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ MSc നഴ്സിംഗ് ഒക്കെ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ